നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്നലെ തീവ്ര ന്യൂനമർദ്ദമായി. ഇന്ന് രാവിലെ 10 മണിയോടെ ഇത് കരകയറി. ഒഡീഷയിലെ പുരിക്കും രംബയ്ക്കും സമീപമാണ് തീവ്ര ന്യൂനമർദ്ദം കരകയറുക. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്ന ശക്തമായ മഴ ഇന്നു മുതൽ കുറവുണ്ടാകും. കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴ സാധ്യത ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴയുടെ തീവ്രത കുറയും. കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വടക്കൻ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന അതിശക്തമായ മഴ പരമാവധി 3 ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും സാധാരണ മഴയായിരിക്കും. അതേസമയം കർണാടക തീരമേഖലകളിൽ 28 വരെ ശക്തമായ മഴയുണ്ടാകും. ഈ വർഷം അവസാനത്തോടെ പസഫിക് സമുദ്രത്തിൽ ലാനിന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലാനിന വാച്ചാണ് നിലനിൽക്കുന്നത്. 3 ഘട്ടമാണ് ലാനിനയുടെ വരവ്. ലാനിന വാച്ച്, ലാനിനയുടെ അലർട്ട്. ലാനിന ഇപ്പോൾ ആദ്യഘട്ടത്തിലാണ് നിൽക്കുന്നത്. മൺസൂൺ മഴയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം സാധാരണക്കാരെ മാത്രമല്ല അധികൃതരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പെയ്താൽ ഈ മഴയും പ്രളയത്തിലായിരിക്കും അവസാനിക്കുക എന്ന ഭയം സജീവമാണ്. ഇതുവരെയുള്ള ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൺസൂണിന്റെ 2ാം പകുതിയിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിൽ അതിവൃഷ്ടിക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ മീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നൽകുന്ന വിവരം. ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന വലിയ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇതിന് പ്രധാന കാരണം. സാധാരണ കാലവർഷത്തിൽ അന്തരീക്ഷം മിക്കപ്പോഴും മൂടിക്കെട്ടി നിൽക്കും, തിരിമുറിയാതെ പെയ്യും. ഈ രീതിയാണ് പണ്ട് മുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ അത് മാറി. ശക്തിയായി മഴ പെയ്യുന്നു, ഒരിടവേള വരുന്നു, വീണ്ടും ശക്തിയായ മഴ, പിന്നാലെ ഇടവേള. ഈ പാറ്റേണിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് അഥവാ തീവ്രത കൂടിയ വെതർ പാറ്റേൺ. അതിതീവ്രമായ മഴ, അതിതീവ്രമായ ചൂട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ പൊതുവിൽ ഭൂമിയുടെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും കൂടിയിട്ടുള്ളതായാണ് പഠനങ്ങൾ പറയുന്നത്. അതിന്റെ കണ്ണൂർ, കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് എന്ന് മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലകളും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 2.5 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.